സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ വാക്പോരും ഗ്രൂപ്പ് പോരും അതിര് കടന്നതോടെ അവസാനം ദില്ലിയിൽ നിന്ന് ഹൈക്കമാൻഡ് നേരിട്ട് വടിയുമെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും നേതാക്കൾ പരസ്പരം ചെളിവാരിയെറിയുന്ന പതിവ് കലാപരിപാടിക്ക് പൂട്ടിടാൻ AICC നൽകിയ കർശന നിർദ്ദേശം KPCC അപ്പടി നടപ്പിലാക്കി തുടങ്ങി. അച്ചടക്കത്തിന്റെ ലക്ഷ്മണരേഖ കടന്ന് ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറയാൻ നോക്കിയാൽ അവരുടെ പദവികൾ ഉടനടി തെറിക്കുമെന്നാണ് നൽകിയിരിക്കുന്ന അന്തിമ മുന്നറിയിപ്പ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ചാനൽ ചർച്ചകളിലോ സോഷ്യൽ മീഡിയയിലോ പ്രതികരിക്കുന്ന വക്താക്കളെ കാത്തിരിക്കുന്നത് കടുത്ത അച്ചടക്ക നടപടികളാണ്. വരാനിരിക്കുന്ന അടുത്ത കോൺഗ്രസ് പുനഃസംഘടനയിൽ ഇത്തരം ലംഘകരെ യാതൊരു കാരണവശാലും പരിഗണിക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പദവികൾ ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. ഇപ്പോഴും തീരുമാനമാകാതെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങൾ കിടക്കുന്നതിനാൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം നേതാക്കളും. മധുരച്ചിട്ട് തുപ്പാനും വയ്യ, കൈശിട്ട് ഇറക്കാനും വയ്യെന്ന നിലയിലാണ് അവർക്ക് കാര്യങ്ങൾ. എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഇനി കിട്ടാൻ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിയാലോ എന്നാണ് ഇവരുടെ ആശങ്ക. KPCCക്ക് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിയാത്തതാണ് സംസ്ഥാന കോൺഗ്രസിലെ നിലവിലെ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയത്. നാഥനില്ലാ കളരിയായി മാറിയ KPCCയിൽ ഗ്രൂപ്പ് മാനേജർമാരും വക്താക്കളും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പൂർണ്ണ ചുമതലയുള്ള ഒരു അധ്യക്ഷന്റെ അഭാവം താഴെത്തട്ടിൽ പാർട്ടിയുടെ അച്ചടക്കത്തെയും ഏകോപനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനങ്ങളും നയങ്ങളും മാത്രമേ പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ അവതരിപ്പിക്കാവൂ എന്ന് KPCC സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ പരാതികളോ ഉണ്ടെങ്കിൽ അവ പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ മാത്രമേ ഉന്നയിക്കാവൂ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ആരും മുതിരരുത്. അതായത് വായിൽ തോന്നിയത് വിളിച്ച് പറയരുതെന്നർത്ഥം. ചാനലുകളിൽ പോയിരുന്ന് പറയാനുള്ളത് പാർട്ടി തന്നെ പഠിപ്പിച്ചു വിടും. ജിൻഡോ ജോൺ, VR അനൂപ് എന്നിവർക്കെതിരെ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ശക്തമായിട്ടുണ്ട്. ഇവർ ചാനലുകളിൽ പോയിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ഇവർ കാരണം പാർട്ടിക്കാർക്ക് പലപ്പോഴും മികച്ച ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ പോലും കഴിയുന്നില്ലത്രേ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ മറുപടികളും ഏകാധിപത്യ സ്വഭാവമാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണെന്നും ഭരണകൂടങ്ങളുടെ അധികാരധാർഷ്ട്യത്തെ തുറന്നു കാട്ടുന്ന സത്യം പറയാൻ കുട്ടികൾ വേണമെന്നുമാണ് KSU വിഷയത്തിൽ ജിൻഡോ ജോൺ അഭിപ്രായപ്പെട്ടത്. VD സതീഷിനെ സ്ഥിരമായി വിമർശിക്കുന്നവരാണ് ഇപ്പോൾ നോട്ടപ്പുള്ളികൾ. ഇരുവരെയും പാർട്ടി മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സതീശൻ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായർ KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനും പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ തെറ്റുകൾ ഇവർ തുറന്നു കാണിക്കുന്നു എന്നതാണ് സതീശൻ പക്ഷം ഇവരിൽ കണ്ട കുറ്റം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം. സംഘടനയ്ക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കി പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ആവശ്യമായ കടുത്ത അച്ചടക്ക നടപടികളാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. KPCC ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം ചെയർപേഴ്സണുമായ ദീപ്തി മേരി വർഗീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ പുറത്തിറക്കി. മുൻ SFI നേതാവിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്ന വിവാദങ്ങളാണ് നിലവിലെ അടിയന്തര നീക്കങ്ങൾക്ക് ആധാരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് പരസ്യമായ വാദപ്രതിവാദങ്ങൾക്ക് മുതിർന്നത് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കിയിരുന്നു. പരസ്പരം ചെളിവാരിയെറിയുന്ന ഇത്തരം ശൈലി ഇനി അനുവദിക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. ഗ്രൂപ്പ് താൽപര്യങ്ങൾ മുൻനിർത്തി നേതാക്കൾ മാധ്യമങ്ങളെ ആയുധമാക്കുന്നത് ഹൈക്കമാൻഡിന് ഒട്ടും പിടിച്ചിട്ടില്ല. നേതാക്കളുടെ ഈ പരസ്യത്തല്ല് കണ്ട് അണികൾ പോലും ആകെ കൺഫ്യൂഷനിലാണ്. ഇനിമേൽ ദൃശ്യമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ മാത്രമല്ല നേതാക്കളുടെ Facebook, X അക്കൗണ്ടുകൾ വരെ KPCC മാധ്യമ വിഭാഗം ഭൂതക്കണ്ണാടി വെച്ച് നിരീക്ഷിക്കും. പാർട്ടി വിരുദ്ധമായി വല്ലതും പോസ്റ്റ് ചെയ്താൽ വിശദീകരണം ചോദിക്കുന്ന ആ പഴയ ഏർപ്പാടൊന്നും ഇനി ഉണ്ടാവില്ല.
നേരെ വക്താക്കളുടെ പാനലിൽ നിന്ന് ഔട്ടാക്കും. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പുതിയൊരു അധ്യക്ഷനെ കിട്ടിയില്ലെങ്കിൽ പാർട്ടിയിലെ ഈ ഉൾപാർട്ടി ഒളിമ്പിക്സ് തങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ.